ഞാൻ മനസ്സിലാക്കുന്നത് 100% സൂര്യാഘാതം. എൻ്റെ കൂടെയുള്ള ജോലിക്കാരെ 70%, 80% പൊള്ളൽ. എനിക്ക് 74% പൊള്ളൽ പറ്റി. അയാൾ 4-ാമത്തെ ദിവസം മരിച്ചു. ഞാനന്ന് രക്ഷപ്പെട്ടു. തൃശ്ശൂർ ജില്ലയുടെ ഒരു സമയത്ത് ഞാൻ അനിയനും ഏറ്റവും കൂടുതൽ വെടിക്കെട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ്. അപകടം എല്ലാ മേഖലയിലും ഉണ്ട്. ഇതൊക്കെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മറക്കും. 2009 മുട്ടിക്കലിൽ പടക്ക് നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 70% പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ജനാർദ്ദനൻ ചേട്ടനാണ് കൂടെ. ഇന്ന് തൃശ്ശൂരിലെ വെടിക്കെട്ട് പുരയ്ക്കുണ്ടായ അപകടം ഒരു വലിയ ഞെട്ടലോടുകൂടി അദ്ദേഹം കേൾക്കുമ്പോൾ അന്നത്തെ ആ ഓർമ്മകൾ ഈ ഒരു സമയത്ത് അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ചേട്ടാ, ഈ പറഞ്ഞ പോലെ തന്നെ ഏറെ ഞെട്ടലോടെ തന്നെ ആയിരിക്കുമല്ലോ കേട്ടത് ഇത്രയും വലിയൊരു അപകടം. നമുക്ക് സാധാരണ ഒരു വെടിക്കെട്ട് ശാല അപകടം ഉണ്ടാവുകയാണെങ്കിൽ ഇത്ര കൂടുതൽ പേര് സംഭവിക്കാറില്ല. പിന്നെ ഇപ്പോൾ വളരെ കർശനമായിട്ടാണ് വെടിക്കെട്ട് ശാലകൾക്ക് പ്രവർത്തിക്കുന്നത്. അതായത് നിരോധിത രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കുന്നില്ല. ശരിക്കും സർക്കാർ അനുമതിയുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് 100% സൂര്യാഘാതം നിന്നാണ് തീ വന്നിട്ടാണ് ഒരു ഉണക്കാൻ വെച്ചിട്ടുള്ള മരുന്നിൽ പെട്ടെന്ന് തീ പിടിച്ചിട്ടാണ് അതിങ്ങനെ പടർന്ന് തൊട്ടപ്പുറത്ത് അമിട്ടുകളും ഡൈനാമിട്ടൊക്കെ നിറയ്ക്കണതിലേക്ക് തീ പടർന്ന് പൊട്ടിത്തെറിയാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഈ കെമിക്കലുകളാണ് നമുക്ക് ആദ്യ കാലത്തൊക്കെ വെടിക്കെട്ടിൽ ക്ലോറൈറ്റൊക്കെ ഉപയോഗിച്ച് ചെയ്യണ കാലത്ത് അങ്ങനെ സംഭവിക്കാറുള്ളത്. അപകടം കൊണ്ട് ഇപ്പോൾ അങ്ങനെ നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്യണില്ല. കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് സൂര്യാഘാതമാണ് എൻ്റെ ഇത്. അപ്പോൾ ഇപ്പോഴും പറയണ്ടല്ലോ നമ്മളോട് 11 മണി തൊട്ട് 3 മണി വരെ പുറത്തിറങ്ങരുത്. അത് നമുക്ക് പൊള്ളൽ പറ്റുന്ന തന്നെ. അതുപോലെ തീ വന്ന് വീണിട്ടാണ് ഇത് കത്തിയിട്ടുള്ളത് എന്നാണ് എൻ്റെ 100% ഉറപ്പ്. ഒരു ഞെട്ടലായിരുന്നു ഈ വാർത്ത കേട്ടപ്പോൾ. പിന്നെ ഇത് കേട്ട് തയമ്പിച്ചല്ലോ. ഞാൻ വേറെ ഇതിന് മുമ്പ് ഒരു 40 കൊല്ലം മുപ്പാട് ഒരു അപകടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ്. പിന്നെ എൻ്റെ അപകടം അപ്പോൾ 2-3 ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതൊന്നും ഓടി രക്ഷപ്പെട്ടു. എൻ്റെ അപകടത്തിൽ ഞാൻ അതിൽ പെട്ടു. അതൊന്നും ജീവൻ രക്ഷ കിട്ടി. അതെങ്ങനെയായിരുന്നു അന്ന് സംഭവം ഉണ്ടായത്? അന്ന് വർക്ക് നടക്കുന്നിടത്ത് ഒരു ചെറിയൊരു സ്പാർക്കിങ് ഉണ്ടായതാണ്. അപ്പോൾ കുറച്ച് മരുന്ന് ഇരുന്നായിരുന്നു. അത് സ്പാർക്ക് ചെയ്ത് കത്തി. അതിൽ ആ തീകോളത്തിൽ ഞങ്ങൾ 2 പേര് പെട്ടു. എൻ്റെ കൂടെയുള്ള ജോലിക്കാരെ 70%, 80% പൊള്ളൽ. എനിക്ക് 74% പൊള്ളൽ പറ്റി. അയാൾ 4-ാമത്തെ ദിവസം മരിച്ചു. ഞാനന്ന് രക്ഷപ്പെട്ടു. എന്ന് ഭയം കൊണ്ട് ഡോക്ടർ പറഞ്ഞു 4 ദിവസം കൊണ്ട് മരിക്കും, എല്ലാ ബന്ധുക്കളെ അറിയിച്ചോളം പറഞ്ഞു. ആൾ വിട്ടു പറഞ്ഞു ഞങ്ങൾ. പക്ഷേ ദൈവാനുഗ്രഹം എന്നൊക്കെ പറയില്ലേ, സമയമായിട്ടില്ല. ഡോക്ടർമാർക്ക് പറയാനേ സാധിക്കുള്ളൂ. അവർ വിധി എഴുതണമെങ്കിൽ ആളെ തീരുമാനിക്കണം. ഭഗവാനിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തീരുമാനിക്കണം. എനിക്ക് കൈയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒക്കെ ഞാൻ തെറാപ്പിയൊക്കെ ചെയ്തൊക്കെ റെഡിയാക്കി എടുത്ത് ഇപ്പോൾ അത്യാവശ്യം വണ്ടി ഓടിക്കും, കടയിലെ ജോലികളൊക്കെ ചെയ്യും, വീട്ടിലും കുറച്ച് കൃഷിയൊക്കെ ചെയ്യും, പച്ചക്കറിയൊക്കെ ചെയ്യും, കളയ്ക്കും, കൈക്കോട്ടൊക്കെ എടുത്ത് അത്യാവശ്യമൊക്കെ ജോലി ചെയ്യും. കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ആ മുന്നത്തെ പോലെ നമ്മൾ ഓടിച്ചെന്നൊരു സാധനം എടുക്കുക, അമ്മര് ആ പഴയ ഓർമ്മയിലാണല്ലോ നമ്മൾ പോവുക. ഇത് ശീലിച്ചിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ എടുത്ത വഴിക്ക് തന്നെ കയ്യിൽ നിന്ന് പോവും, കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ആയിട്ട് പിടിക്കണം. നമ്മൾ ഈ കേട്ടിട്ടുണ്ട് ഈ തീപ്പൊള്ളലേറ്റ് നമ്മളിപ്പം 74% അല്ലെങ്കിൽ 80% പൊള്ളലേറ്റ് കിടക്കുന്ന ഒരാൾ നമ്മൾ കിട്ടില്ല എന്ന് പറയും. നമുക്ക് ഫുൾ കോൺഷ്യസ് ആയിരിക്കും എന്ന് പറയും. അതൊക്കെ ശരിയാണ്. ഓർമ്മ ഇടയ്ക്കിങ്ങനെ ഓർമ്മ പോവും, വീണ്ടും വരും. പക്ഷേ അത് പിന്നെ ഉറക്കമൊന്നും കിട്ടില്ല. അപ്പോൾ അവർ മരുന്ന് കുത്തിവയ്ക്കുക, മയക്കുമരുന്ന് കുത്തിവെച്ചിട്ട് ഉറക്കുക. ഓർമ്മയുണ്ടാവും, നല്ല ഓർമ്മയുണ്ടാവും. കഴിഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. വേദന വരുമ്പോൾ നഴ്സിനോട് പറയാനും ഡോക്ടറോട് പറയുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ തരും. അപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഉറങ്ങും. അത് കഴിഞ്ഞ് പിന്നെ കിടക്കും, ഇങ്ങനെ ആലോചിക്കും കാര്യങ്ങൾ ഒക്കെ കൈവിട്ട് പോയില്ലേ അപ്പോൾ എന്നുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഇതിനെ പ്രശ്നം പിന്നെ തുടർന്ന് ജോലി ചെയ്യാൻ എല്ലാവർക്കും പേടിയായി. എനിക്കും വയ്യ. പിന്നെ ലൈസൻസിൻ്റെ പ്രശ്നം. അപ്പോൾ പിന്നെ ആ ഫീൽഡിൽ മാറി. പക്ഷെ അതിനോട് ബന്ധപ്പെട്ടത് തന്നെ പടക്ക കടയാണെന്ന് മാത്രം. അത് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എത്ര നാളെടുത്തു ഇതൊന്ന് റെഡി? 1 വർഷം ഫുള്ളായിട്ട് വീട്ടിലിരുന്നു. 38 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ ഒരു 6 മാസം തുടർച്ചയായിട്ട് ആഴ്ചയിൽ ജൂബിലി മിഷനിലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകും ഡോക്ടറെ കാണാൻ. ആളുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുക. പിന്നെ ഞാൻ ആയുർവേദം ചെയ്തിരുന്നു. ആയുർവേദം എല്ലാം കൂടി ഒരു സഹായമായി. പിന്നെ എല്ലാ കമ്മിറ്റിക്കാരും അതുപോലെ നാട്ടുകാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും പ്രാർത്ഥന. എല്ലാ മതസ്ഥരും. ഞാൻ ഹിന്ദുവാണ്, പക്ഷേ മുസ്ലിം മതത്തിൽ അവരുടെ പ്രാർത്ഥന, ക്രിസ്ത്യാനികൾ പള്ളികളിലെ പ്രാർത്ഥന, ധ്യാന കേന്ദ്രങ്ങൾ പ്രാർത്ഥന, അങ്ങനെ പ്രാർത്ഥനയുടെ നല്ലൊരു ഫലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറേ ആളുകളായിട്ട് ബന്ധമുണ്ടല്ലോ. ഈ പൂരങ്ങൾ കുറേ നടത്തി. ഞാൻ തൃശ്ശൂർ ജില്ലയുടെ ഒരു സമയത്ത് ഞാൻ അനിയനും ഏറ്റവും കൂടുതൽ വെടിക്കെട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് ഒരു സമയത്ത് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരായിട്ട് കണക്ഷൻ ഉണ്ട്. പള്ളികളും തൃശ്ശൂരിൻ്റെ ഞാനിപ്പോൾ ഭാഗത്തെ പള്ളികൾ തന്നെ കുറവാണ്.
പെരുന്നാൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് പടക്കം പൊട്ടിക്കാനായിട്ട് പോയിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരായിട്ട് പരിചയമുള്ളത് കൊണ്ട് അവരുടെ ഒക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് പറയില്ലേ, ഇപ്പോൾ താൻ പാതി ദൈവം പാതി എന്ന് പറയില്ലേ. കുടുംബത്തിൽ വേറെയും ആൾക്കാരുണ്ടോ? വേറെ ഇപ്പോൾ അനിയൻ, അതിന് ശേഷം അനിയൻ ലൈസൻസ് പുതിയതെടുത്തിട്ട് ഇവിടെ ചെയ്യുമ്പോൾ ഇപ്പോൾ 2 വർഷം പാടായിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇത് 3ാമത്തെ വർഷം, ജനുവരിയിലേക്ക് 2 വർഷം കഴിഞ്ഞു. ഇവിടെ അടുത്ത് തന്നെ അതിൽ ഒരു 10-50 വീടിന് പരിക്ക് പറ്റി. ഒരാൾ സംഭവ സ്ഥലത്ത് മരിച്ചു, ഹോസ്പിറ്റലിൽ എത്തിയിട്ട് മരിച്ചത്. അപ്പോൾ അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കുക. പുള്ളിക്കാരന് ഇപ്പോൾ കേസ് കാര്യങ്ങളുടെ ലൈസൻസ് എടുക്കണം എന്നൊരു അച്ഛൻ അതുണ്ട്, താല്പര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ ഇനി വേണ്ട എന്ന് പറഞ്ഞ് നിർത്തിയേക്കുക. ദുരിതം പിടിച്ച മേഖലയാണെന്ന് തോന്നുന്നുണ്ടോ? അത് ഇതൊക്കെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മറക്കും. എല്ലാ ഫീൽഡിലും ദുരിതം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ വണ്ടി ആക്സിഡൻറ്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ദിവസം മലപ്പുറത്ത് ഒരു ട്രാവലർ പോയിട്ട് സന്തോഷിക്കാൻ പോയത് അവർ, അപകടം എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ജനനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആക്സിഡൻറ്റ്, പൊട്ടിത്തെറി, അതല്ലെങ്കിൽ ട്രെയിൻ ആക്സിഡൻറ്റ്, വിമാനം, ബസ്, കാറ്, ബൈക്ക്, അതുപോലെ തന്നെ അവർ ഇലക്ട്രിസിറ്റി ജീവനക്കാർ എത്ര പേര് അതിൻ്റെ ജോലിക്കാർ, കരാറുകാരും കറണ്ട് പിടിച്ചും മരിക്കുന്നുണ്ട്. കറണ്ട് അതിന് കൂടെ പോകേണ്ടത് അവർക്കറിയാലോ. ആനത്തൊഴിലാളികൾ ഒരു ആനപ്പാപ്പാനെ കുത്തി കൊന്ന് കുറച്ച് മണിക്കൂർക്ക് ശേഷം വേറൊരു പാപ്പൻ വന്ന് ആ ആനനെ അഴിച്ച് കൊണ്ടുപോകുക, ആ ആനനെ വെടിവെച്ച് കൊല്ലേ, അല്ലെങ്കിൽ ആ ആനനെ അഴിക്കാതെ നിർത്തുകയൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ മേഖലയിൽ അപ്പോൾ അപകടത്തിന് സംബന്ധിച്ച് അത് നോക്കിയിട്ട് നമ്മൾ ഒരു ജോലിയിൽ നിന്ന് പിന്മാറിയിട്ട് കാര്യമില്ല. എല്ലാ ജോലിയിലും അപകടമുണ്ട്. അന്ന് ഈ അപകടം ഉണ്ടായ സമയത്തെ ഫാമിലിയൊക്കെ എങ്ങനെയാ പറഞ്ഞു? ഇനി പോണ്ട എന്ന് തീർത്ത് പറഞ്ഞോ? എന്താണോ അറിയാം. പിന്നെ അവർ ഞങ്ങളിൽ പാരമ്പര്യമായിട്ട് അച്ഛനും വല്യച്ഛനൊക്കെ ഇതിലുണ്ടായിരുന്നതുകൊണ്ട് അപ്പം ഞാൻ ഇത് കണ്ടിട്ടാണ് വരണത്. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഭാര്യ അന്ന് ഇത് സംഭവിക്കുമ്പോൾ എത്രയോ കല്യാണം കഴിഞ്ഞിട്ട് 10-18 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതുവരെ എൻ്റെ കൂടെ നിന്നിട്ട് പരിചയമുണ്ട്. പേടിയുണ്ടെങ്കിലും വേറെ എല്ലാ തൊഴിലിലും അപകടം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വെടിക്കെട്ട് ചെയ്യേണ്ടതിന് കടയുടെ ലൈസൻസ് എടുക്കാം, കച്ചവടം അത് നമ്മൾ വരച്ച് വെക്കല്ലേ, പിന്നെ ഓലപ്പടമൊക്കെ നമ്മൾ വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇവിടെ അങ്ങനെ ഇരിക്കും. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി പോയല്ലേ ഈ ഒരു വാർത്ത ഇത്രയും അടുത്ത് എന്ന് കൂടി കേട്ടപ്പോൾ? അത് ഈ സീസണിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഒരു കുഴപ്പമില്ലാതെ പോവായിരുന്നു. ആ സമയത്താണ്. ഇപ്പോൾ ഈ പൂരം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഒരെണ്ണം കൂടി ഉണ്ട്, പറക്കോട്ട് താലപ്പൊലി ഉണ്ട്. അത് മെയ് മാസം 10-ാം തീയതി വരും. മേടമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ്. അതാണ് തൃശ്ശൂർ ജില്ലയുടെ ലാസ്റ്റ് പൂരം. അതുകൂടി കഴിഞ്ഞാൽ ഈ സീസൺ വളരെ ഭംഗിയായിട്ട് അവസാനിക്കും. അപ്പോൾ ഞങ്ങൾ ഓരോ സീസൺ തുടങ്ങുമ്പോഴും പ്രാർത്ഥിക്കും. ഇപ്പം ഞാൻ ഷോപ്പ് നടത്തുകയാണെങ്കിലും എനിക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പോലീസ് ഉടനെ ആദ്യം പോവും വെടിക്കെട്ടുകാരുടെ അടുത്തേക്ക്, അത് കഴിഞ്ഞ് ഷോപ്പുകളിലേക്ക് വരും. ആ സമയത്ത് ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, അത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയിലൊക്കെ ഇപ്പോൾ ഇനി 2 ദിവസം റെയ്ഡ് ഉണ്ടാവും. അപ്പോൾ അത് എവിടെ നടന്നാലും നമ്മളൊരു ഞെട്ടലോട് കൂടിയിട്ട് ഇരിക്കണം.